ഡെയിലി ടാസ്കിന്റെ അവസാന ഘട്ടത്തിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അവിടെ ഇരുന്നുണ്ടായിരുന്ന പ്രശ്നം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണുമായിരിക്കുമല്ലോ. പ്രശ്നമൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ അനീഷേട്ടൻ ക്യാമറ സ്പേസിന് വേണ്ടി അങ്ങനെ തന്നെ അങ്ങ് എടുത്തോ, ക്യാമറ സ്പേസിന് വേണ്ടി മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ ഈ മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ ചേട്ടൻ ഒരു ചോദ്യം ചോദിച്ചു. അനീഷേട്ടാ, ഈ സ്വിച്ചിന്റെ മലയാളം എന്താണ്? അനീഷ് സ്വിച്ചിന് സ്വിച്ച് എന്നൊക്കെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് മലയാളമൊന്നും ഇല്ല എന്ന് ആദ്യമേ പറയുന്നു. അതിനുശേഷം നെവിൻ അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കുന്നു. ആ മലയാള വാക്ക് എനിക്ക് വയ്യ കേട്ടാ, എന്നെ വെറുതെ വിട്, എനിക്ക് അറിയാൻ പാടില്ല. എന്തോ ഒരു വലിയ നീളൻ വാക്ക് കേട്ടിട്ടുണ്ട് പണ്ട് എവിടെയോ. അപ്പൊ അത് നമ്മുടെ നെവിൻ പറയുന്നുണ്ട്. ഉടനെ അനീഷേട്ടനും അറിയാത്ത മനുഷ്യനൊന്നും അല്ല, പെട്ടെന്ന് ആ സമയത്ത് മറന്നു പോയതായിരിക്കാം. എന്തായാലും അത് ശരി എന്നൊക്കെ പറഞ്ഞ് അവിടെ അത് തീരുന്നുണ്ട്. പിന്നെ അനീഷേട്ടൻ മലയാളം പഠിക്കണം, നമ്മൾ എല്ലാ ദിവസവും 2 വാക്കുകൾ വെച്ച് പഠിക്കണം എന്നുള്ള വലിയ വലിയ കഥകളൊക്കെ പറയുന്നുണ്ട്. സ്വബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും അനീഷേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ അനീഷേട്ടന്റെ ഗെയിം, അനീഷേട്ടന് സ്പേസ് വേണം. അല്ല, അവിടെ സ്പേസ് ഉണ്ടാക്കാനല്ലേ എല്ലാവരും പോയിരിക്കുന്നത്, അല്ലാതെ മൂലയ്ക്ക് മാറിയിരിക്കാനാണോ പോയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. സ്പേസ് ഉണ്ടാക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളല്ല, ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ക്യാമറ സ്പേസ് ഉണ്ടാക്കാം. അത് പാടില്ല എന്ന് എങ്ങും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലേ. തുടക്കത്തിൽ തന്നെ ഞാനതങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു പരിപാടി കഴിയുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഡെയിലി ടാസ്കിന്റെ നടക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചെല്ലാവരും കയറി വരുന്നു. ബിഗ് ബോസ് പറയുന്നു അടുത്ത റൗണ്ട് തൊട്ട് ബ്ലാക്ക് കോയിൻ ഉണ്ട്, റദ്ദാക്കാം. പിടികിട്ടിയല്ലോ. വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. റദ്ദാക്കാം. ബ്ലാക്ക് കോയിൻ ആർക്ക് കിട്ടുന്നോ, അല്ലെങ്കിൽ അത് ആരുടെങ്കിലും കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നടക്കുന്ന ആ ഒരു ഗെയിം, ആ ഒരു സമയത്തെ ആ ഒരു ഇപ്പൊ റൗണ്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ ആ റൗണ്ട് ക്യാൻസൽ ആക്കാം എന്നുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ ആദ്യമേ കിട്ടിയത് അക്ബറിനാണ്. അക്ബർ കാരണം ഒരു ഗെയിം ഇല്ലാതെയായി. അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ കിട്ടുന്നു. ഷാനവാസ് കാരണവും ഒരു റൗണ്ട് ഇല്ലാതെയാവുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആര്യന് കിട്ടുന്നു. ആര്യനും റൗണ്ട് ഇല്ലാതെയാക്കുന്നു. അങ്ങനെ എല്ലാ റൗണ്ടും ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ടില്ലാതാവുന്ന റൗണ്ടുകളൊക്കെ തീർന്നു. ഇനി എന്താ ലാസ്റ്റ് റൗണ്ട്. ഇനിയും അതിനകത്ത് എല്ലാവരും സ്കോർ ചെയ്തോണം. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷാനവാസിക്ക് ബ്ലാക്ക് ഇതെടുത്തപ്പോഴത്തേക്ക് ബോൾ എടുത്ത സമയത്ത് അനീഷേട്ടന് നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നു. അനീഷേട്ടൻ ആ സമയത്ത് കിടന്ന് നീ അങ്ങനെ ചതിച്ചു ഇങ്ങനെ ചതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചതിയും വഞ്ചനയൊക്കെ ഇതിനകത്തുള്ളതാണ്. ഷാനവാസിന്റെ ഗെയിം കളിച്ചു, ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഈ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് എല്ലാവരും വന്ന് അകത്തിരുന്ന് ബിഗ് ബോസ് ഈ ബ്ലാക്ക് കോയിൻ ഒക്കെ പറയുന്ന സമയത്ത് ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും എന്നെപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആ കാര്യം പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അതിനെ വെച്ചിട്ട് തന്നെയാണ് കുറച്ചധികം സംസാരിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല. അപ്പോൾ ഈ നെവിന്റെ രാവിലത്തെ കേസ്, നെവിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇനി ഞാൻ ഇയാളുടെ അടുക്ക മലയാളം പഠിക്കാൻ പോകത്തില്ല, നിങ്ങൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചോ, ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നെവിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ നിന്നുകൊണ്ട് നമ്മുടെ ഷാനവാസിക്കയും കൂടെ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസിക്കൊക്കെ ഒരു കൊട്ട് അത് എല്ലാവരുടെയും സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് അനീഷിനെ വധിച്ചോണ്ടിരുന്ന നെവിൻ തന്നെ ഷാനവാസിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അത് പറയാം. അതിന് മുമ്പായിട്ട് ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ആള് വന്ന് ഒറ്റയ്ക്ക് കളിക്കണം, ആ ഒരു ഇമ്പാക്റ്റ് അപ്പോഴേ ഉണ്ടാവൂ. ഇങ്ങനെ മിത്രമായിട്ട് കളിച്ചാലോ അല്ലാതെ കൂട്ടുകൂടി കളിച്ചാലോ കിട്ടില്ല എന്ന് ബോധ്യം വന്ന ഉടനെ തന്നെ തൊട്ട് അനീഷ് ആലോചിക്കുകയാണ് എങ്ങനെ ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ മിത്രം, ഈ കൂട്ടുകളി എങ്ങനെ നിർത്തണം എന്ന് തൊട്ട് അനീഷ് ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സമയത്തിന് കാത്തിരിക്കുകയായിരുന്നു ഒറ്റപ്പെടൽ കാർഡ് ഇറക്കാൻ വേണ്ടി. അതിന് അവസരം കാത്തിരുന്നു. അതിന് പറ്റിയൊരവസരം അല്ലാഞ്ഞിട്ട് പോലും ഇപ്പോ അനീഷ് ആ ഒരു കാർഡ് ഇറക്കിയിരിക്കുകയാണ് എന്ന് ഷാനവാസ് പറയുന്നത് കേട്ടെ. അപ്പൊ എന്റെ തലയിൽ ആദ്യമേ വന്ന ഒരു ചോദ്യം, ഷാനവാസ് ഇതിന് മുമ്പത്തെ ഗെയിം കണ്ടിട്ടില്ല എന്നൊക്കെ വലിയ വീരവാദം പറയുന്നുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ആ ഷാനവാസിന് എങ്ങനെ ഈ കാര്യമൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി? അതായത് അനീഷ് അവിടെ ഒരു കാർഡ് ഇറക്കുകയാണെന്നും ഈ കറക്റ്റായിട്ട് വീട്ടുകാർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് അനീഷ് ഈ ചേഞ്ച് ചെയ്ത്. ഇതൊക്കെ ഒരു ഗെയിം കണ്ട ഒരാൾക്ക് പ്രോപ്പറായിട്ട് അടിച്ചടിച്ച് പറയാൻ പറ്റും. ഗെയിം ഒരു തേങ്ങ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ അത് മനസ്സിലായി? അല്ലെങ്കിൽ മുമ്പത്തെ ഗെയിമോ മുമ്പത്തെ സീസണോ ഒന്നും കണ്ടിട്ടില്ല, ഫ്രഷ് ആയിട്ട് ഒരാളങ്ങോട്ട് വരിക ഒന്നും അറിയാതെ കഴിഞ്ഞ ഗെയിം കുളവാക്കിയതുപോലെ തന്നെ അത് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഒരാൾക്ക് ഇതെങ്ങനെ മാത്രം ചിന്തിക്കാൻ പറ്റി? അതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല പോട്ടെ, പുള്ളി ഭയങ്കര ബുദ്ധിമാൻ, പുള്ളി ചിന്തിച്ചെടുത്തു. പക്ഷേ അടുത്ത ഡയലോഗ്, അല്ല ഏതോ ഒരു കാലത്ത് നടന്ന കാര്യം എടുത്തുകൊണ്ട് വന്ന് ഇന്ന് രാവിലെ ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങ് വേണ്ട എന്ന് പറയുന്ന അനീഷ്, അതൊരു ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണോ? അത് വൃത്തികേടല്ലേ എന്നൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടു. അല്ല, അപ്പൊ ഷാനവാസ് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ പിടിച്ചോണ്ടെന്ന് ഇറക്കാറില്ല? അല്ല, എന്റെ മനസ്സിലപ്പോ ഒരു ചോദ്യം പോയതാ,
ഷാനവാസും ഇറക്കാറുണ്ട്, അനീഷും ഇറക്കാറുണ്ട്. കാര്യം എന്താ? ഗെയിമാണ്, ഇറക്കും. മനസ്സിലായില്ലേ? പിന്നെ പുള്ളിയുടെ ഭാഗം പുള്ളി തന്നെ കഴിഞ്ഞ ദിവസം എക്സ്പോസ് ചെയ്തത്. അക്ബറിനെ നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുവാ, അവൻ എഡി ബോഡി എന്ന് വിളിക്കുന്നതുകൊണ്ട് അവനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലും എഡി ബോഡി എന്ന് ഷാനവാസ് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഷാനവാസ് ഇപ്പോഴും വിളിക്കാറുണ്ട് പല ആൾക്കാരെ, പ്രത്യേകിച്ച് ആദിലൊക്കെ വിളിക്കുന്ന നമ്മൾ കേട്ടതാണല്ലോ. ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ഷാനവാസ് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തെറ്റങ്ങ് പൊക്കി പിടിച്ച് കാണിക്കും. ഷാനവാസിന്റെ തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ മിണ്ടത്തില്ല അല്ല, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു മാനിപ്പുലേറ്റർ കേട്ടോ. നിന്ന് കഥ പറയും. പുള്ളിയുടെ പേര് ചീത്തയാവാൻ പാടില്ല. പുള്ളി എന്നും ചുന്ദരക്കുട്ടനായിട്ട് വാവക്കുട്ടനായിട്ട് എല്ലാവരും എടുത്ത് താലോലിക്കണം. അത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ നടക്കത്തില്ല ചേട്ടാ എന്ന് പുള്ളിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഷാനവാസിന്റെ ഈ ഡയലോഗ് അടികൾ അവിടെ നടക്കുമ്പോഴത്തേക്ക് അനീഷിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് നെവിൻ അവിടെ ഇരുന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് ഷാനവാസിനെ കൊണ്ട് പിടിച്ചില്ല. നെവിൻ പറയുന്നുണ്ട്, ചില സമയത്ത് നിങ്ങളുടെ ചില കാര്യങ്ങൾ നാടകമായിട്ട് തോന്നാറുണ്ട്. അതായത് ചിലപ്പോൾ പറയും മിത്രം ആ ഒരു മിത്രം കളി എടുക്കും, ചിലപ്പോൾ മാറി നിന്ന് പുള്ളിയെ തള്ളി പറയും. അത് ശരിയാണോ ഷാനവാസിക്ക? നെവിൻ അവിടെ നിന്ന് നമ്മുടെ അനീഷിനായിട്ട് കൊട്ടുന്നുണ്ട്. അത് രാവിലെ മറ്റേ സ്വിച്ചിന്റെ കേസിലെ മറ്റേ ഡൈനിങ് ഏരിയ ആ ഒരു ടൈമിലെ ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ലേ, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യാം. അനീഷിന് സ്പേസ് വേണം, അനീഷ് അവിടെ അത് കാണിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നെവിൻ ഇവിടെ പറഞ്ഞത് പോയിന്റാ അല്ലേ? ഷാനവാസ് അത് ചെയ്യാറുണ്ട് കിട്ടുന്ന സമയത്ത്. അത് നേരത്തെ തൊട്ടേ ഉണ്ട്. തള്ളിപ്പറയേണ്ട സമയത്ത് തള്ളിപ്പറയാറുണ്ട്. ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കറക്റ്റായിട്ട് മിത്രം കളിച്ചു കഴിഞ്ഞ് അടുത്ത ആഴ്ച തൊട്ട് തള്ളിപ്പറയാൻ തുടങ്ങി. ഷാനവാസും തള്ളിപ്പറയുന്നുണ്ട്, അനീഷും ഇപ്പൊ തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ, ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷന് പേരിട്ട് കൊടുത്തു. എന്താ തെറ്റിരിക്കുന്നത്? അല്ല, ഷാനവാസിന് ജയിൽ നോമിനേഷൻ അല്ല, നമ്മുടെ എവിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷനിൽ ജയിൽ നോമിനേഷന് നല്ല വൃത്തിക്ക് അനീഷിന്റെ പേര് പറഞ്ഞു. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരെ ചോദിച്ചു, എടാ മോനെ നിന്റെ പേരാവും പറഞ്ഞല്ലോ, നിനക്കെന്താ തിരിച്ചു പേര് പറയണ്ട മറ്റേ സേവ് ചെയ്യേണ്ട കേസ് വന്നപ്പം. അതൊന്നും ചില ആളുകളുടെ കണ്ണിൽ കൊള്ളത്തില്ല, കേറത്തില്ല. അത് വരുന്ന സമയത്ത് കണ്ണിൽ കുരു വരും. അതൊന്നും കാണാൻ പറ്റത്തില്ല. അനീഷിനെ എങ്ങനെ എറിഞ്ഞോ? ഞാൻ അതിനകത്ത് എറിയേണ്ടതൊന്നും പറയത്തില്ല. അനീഷ് ഗെയിമറാ, അനീഷ് പല തൊട്ടും കാണിക്കും. അത് ഗെയിമായിട്ട് എടുക്കാൻ ഷാനവാസിന്റെ പലതും ഗെയിമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, അനീഷിന്റെ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ രണ്ടുപേരുടെ ഗെയിമായിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷെ ചില സാധനങ്ങൾ ഇപ്പൊ നെവിൻ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചല്ലോ, ഇതുപോലുള്ള സാധനങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഇതൊന്നും പറയുന്നത് കാണുന്നില്ല. ഞാൻ അനീഷിന്റെ കുറ്റങ്ങളും പറയാറുണ്ട്, ഇല്ലേ? പറയേണ്ട സമയത്ത് പറയാറുണ്ട്, ഷാനവാസിന്റെ പറയാറുണ്ട്, എല്ലാവരുടെയും പറയാറുണ്ട്. പക്ഷെ ചില ആളുകൾ ഇതുപോലുള്ള നെവിൻ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ച കാര്യം മിക്ക ആളുകളും മുക്കിക്കളയുക. എന്തുകൊണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ അനിമോള് കിച്ചണിൽ നിൽപ്പുണ്ട്. അനിമോള് ഷാനവാസിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട് എന്ന് വെച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളങ്ങ് സപ്പോർട്ട് ചെയ്ത് തരണമെന്നില്ല ഷാനവാസിക്ക എന്നൊരു ഡയലോഗ് അനിമോൾ അടിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേരത് കേട്ടു? ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തംബ്നെയിലിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ലൈവ് കാണുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഞാൻ അതിനകത്ത് എഴുതി ചേർത്തന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അനിമോള് പറയുന്നുണ്ട്, ഷാനവാസിക്ക നമ്മൾ എന്ത് തെണ്ടിത്തരം ചെയ്താലും നമ്മുടെ സുഹൃത്ത് നമ്മളോട് കയറി സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഷാനവാസിന് വേണ്ടത് അങ്ങനെയാണ്. എന്ത് കാണിച്ചാലും അനീഷ് ഷാനവാസിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം. ഷാനവാസിനോട് അനീഷ് അത് ചെയ്യാറില്ല. അത് ഷാനവാസിന്റെ അല്ല, അനീഷിന്റെ ഗെയിം. അങ്ങനെ കളിക്കണം. അല്ലാതെ എന്ത് കാണിച്ചാലും എടുത്ത് സപ്പോർട്ട് ചെയ്ത് പുള്ളിയുടെ തലയിൽ കിരീടം വെച്ച് കൊടുക്കണമെന്നല്ല. അനീഷ് അതിനാണോ പോയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ടോക്കിനൊക്കെ ശേഷമാണ് അടുത്ത റൗണ്ട് വരുന്നത്. അടുത്ത റൗണ്ടിലാണ്, സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ ബ്ലാക്ക് കോയിൻ കയറി വരുന്നത്. ആ ബ്ലാക്ക് കോയിൻ വെച്ചിട്ടുള്ള കളികൾ ഇപ്പൊ 3 കഴിഞ്ഞു. ഇനിയിപ്പോ ലാസ്റ്റ് ഗെയിമിന് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തുടങ്ങും. ലൈവ് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങും. ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന്. പിന്നെ ഷാനവാസിനോട് ഈ അനീഷ് പറഞ്ഞത്, അതൊക്കെ അനീഷിന്റെ ഗെയിമിടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷാനവാസെ നീ കാണിച്ച ചെമ്മാടിത്തരമാണ്, എനിക്ക് കോയിൻ കൂടുതൽ കിട്ടിയപ്പോൾ നീ ബ്ലാക്ക് കോയിൻ എടുത്തു. അതൊക്കെ അനീഷ് ഏട്ടൻ്റെ ഒരു ഗെയിം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പം അനീഷിന്റെ അടുക്ക ഷാനവാസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പറഞ്ഞേനെ, ഉറപ്പായിട്ടും പറഞ്ഞേനെ. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയില്ല. അനീഷിന് ആ സാഹചര്യം കിട്ടി. അനീഷ് അത് മുതലെടുത്ത് ഡയലോഗ് അടിച്ച്, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെ അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അനീഷ് ഏട്ടൻ കള്ളങ്ങൾ പറയാറുണ്ട്. അനീഷ് ഏട്ടൻ എന്ത് വേണമെങ്കിലും കാണിക്കും. പുള്ളിക്ക് സ്പേസ് വേണം. പുള്ളി മാങ്ങ പറിക്കാനല്ല വന്നിരിക്കുന്നത്, പുള്ളി കപ്പ് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. പുള്ളി എന്തും കാണിക്കും. പക്ഷേ ഷാനവാസ് കാണിക്കുന്ന കണക്കത്തെ തൊട്ടിത്തരം, വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇച്ചിരി നോക്കിയും കണ്ട് തന്നെയാണ് അനീഷ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ.
ഈ ടാസ്ക് ഇനി എവിടെ ചെന്ന് എങ്ങനെ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. പോയി ബാക്കി നോക്കട്ടെ. ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. പിന്നെ വീഡിയോയുടെ അടിയിൽ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്തായിട്ട് ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.